നിങ്ങൾ ജീവിതത്തിൽ ഒരിക്കലെങ്കിലും ചിന്തിക്കുകയോ പറയുകയോ ചെയ്തിട്ടുണ്ടോ ഇങ്ങനെ? ഞാൻ ചെയ്ത ചില തെറ്റുകൾക്ക് ദൈവം എന്നോട് ക്ഷമിക്കുമോ? ഞാൻ അറിയാതെ ചെയ്ത പാപങ്ങൾ പോലും കർമ്മഫലമുണ്ടാകുമോ? എൻ്റെ മനസ്സിൽ വന്ന ദുഷിച്ച ചിന്തകൾ പോലും പാപമാണോ? നിറയെ പേർക്ക് ഇങ്ങനെയൊക്കെയുള്ള ചോദ്യങ്ങൾ സ്വയം അവരോട് തന്നെ ചോദിച്ച് ഡിപ്രഷനാകാറുണ്ട്. അങ്ങനെയുള്ളവർ ആശ്രയിക്കുന്നത് ഹീലേഴ്സിനെയാണ്. എവിടെയാണ് നല്ല ഹീലർ ഉള്ളതെന്നാണ്. പക്ഷേ നിങ്ങൾക്ക് നിങ്ങളെ തന്നെ സ്വയം ഹീൽ ചെയ്യാൻ പറ്റും. അങ്ങനെയുള്ള ഒരു ദിവ്യമായ ശിവമന്ത്രമാണ് ഞാൻ ഇന്ന് ഈ വീഡിയോയിൽ പറയുന്നത്. അപ്പോൾ വീഡിയോ അവസാനിക്കുന്നത് വരെ കണ്ടു കഴിയുമ്പോൾ ഈ മന്ത്രത്തിൻ്റെ യഥാർത്ഥ അർത്ഥം മാത്രമല്ല നിങ്ങൾക്ക് മനസ്സിലാകുന്നത്, ജീവിതത്തെ മാറ്റിമറിക്കാൻ കഴിയുന്ന ഒരു ആത്മീയ രഹസ്യവും നിങ്ങൾക്ക് മനസ്സിലാകും. അപ്പോൾ വീഡിയോ അവസാനം വരെ കാണുക. ആത്മസമർപ്പണത്തിൻ്റെയും ക്ഷമാപണത്തിൻ്റെയും മഹത്തായ ഒരു പ്രാർത്ഥനയാണ് ഭഗവാന്റെ ഈ ശിവധ്യാന മന്ത്രം. ഈ മന്ത്രത്തിൻ്റെ ആദ്യ ഭാഗങ്ങളിൽ കൈകൾ കൊണ്ടും കാലുകൾ കൊണ്ടും വാക്കുകളിലൂടെയും ശരീരത്തിലൂടെയും ചെവികളാലും കണ്ണുകളാലും മനസ്സിലെ ചിന്തകളാലും ചെയ്ത പാപങ്ങളെയും തെറ്റുകളെയും ഒരു ഭക്തൻ വിനയപൂർവ്വം ഏറ്റുപറയുകയാണ്. അതുമാത്രമല്ല, അറിഞ്ഞും അറിയാതെയും ശീലത്തിൻ്റെ ഭാഗമായി ചെയ്തുപോയ തെറ്റുകളും ക്ഷമിക്കണമേ എന്നപേക്ഷിക്കുകയാണ്. ഈ മന്ത്രത്തിൻ്റെ അവസാന ഭാഗങ്ങളിൽ ഭഗവാനെ കരുണാബ്ധേ ശംഭോ എന്നീ നാമങ്ങളിൽ സ്തുതിച്ചുകൊണ്ട് അവിടുത്തെ അതിരുകളില്ലാത്ത ദയയെയും കൃപയെയും സ്മരിക്കുകയാണ്. ശിവഭക്തി പാരമ്പര്യത്തിൽ ആഴത്തിൽ വേരൂന്നിയിരിക്കുന്ന ഈ മന്ത്രം ദൈവിക ക്ഷമ എന്ന് പറയുമ്പോൾ അത് വെറും ചെയ്യുന്ന പ്രവൃത്തികളുടെ വിധിയെ അടിസ്ഥാനമാക്കി അല്ല എന്നും, ആത്മാർത്ഥമായ പശ്ചാത്താപത്തെയും സമർപ്പണഭാവത്തെയും അടിസ്ഥാനമാക്കി ആണെന്നുമാണ് പഠിപ്പിക്കുന്നത്. ഭഗവാൻ മഹാദേവനായി അഹങ്കാരവും അജ്ഞാനവും അതിജീവിച്ച ഒരു ശുദ്ധ ചൈതന്യത്തിൻ്റെ പ്രതീകമാണ് ഭഗവാൻ. അവിടുന്ന് പരമാത്മാവായും ഓരോ ജീവൻ്റെയും ഹൃദയത്തിൽ വസിക്കുന്ന അന്തർയാമിയായും നിലകൊള്ളുന്നവനാണ്. കരുണാബ്ധേ എന്ന വിശേഷണം ഭഗവാന്റെ അളവറ്റ കരുണയാണ് സൂചിപ്പിക്കുന്നത്. എത്ര വലിയ തെറ്റുകൾ ചെയ്തവരായാൽ പോലും സത്യസന്ധമായി ഭഗവാനിലേക്ക് തിരിയുന്നവർക്ക് അവിടുത്തെ കൃപ ലഭിക്കുമെന്നാണ് ഈ മന്ത്രം നമ്മളെ ഓർമ്മപ്പെടുത്തുന്നത്. ഈ മന്ത്രം ജപിക്കുന്നതിലൂടെ കുറ്റബോധത്തോടും കർമ്മഫലങ്ങളോടുമുള്ള നമ്മുടെ സമീപനമാണ് മാറുന്നത്. ഭയത്തിലും സ്വയം കുറ്റപ്പെടുത്തലിലും നിന്ന് മാറി ദൈവീക കരുണയിലും മോചനത്തിലും വിശ്വാസം വളരാനാണ് ഇത് സഹായിക്കുന്നത്. ഈ മന്ത്രം എപ്പോഴാണ് നിങ്ങൾ ജപിക്കേണ്ടത്? ശിവപൂജ ആരംഭിക്കുന്നതിന് മുൻപ് ജപിക്കാം. രാവിലെ ധ്യാന സമയത്ത് ഈ മന്ത്രം ജപിക്കാം. മനസ്സ് ഭാരപ്പെട്ടിരിക്കുമ്പോൾ ജപിക്കാം. പഴയ തെറ്റുകളെ ഓർത്ത് വിഷമിക്കുന്ന സമയങ്ങളിൽ എപ്പോഴാണെങ്കിലും നിങ്ങൾക്കിത് ജപിക്കാം. ആത്മശാന്തിയും കർമ്മശുദ്ധിയും ആഗ്രഹിക്കുന്ന സമയത്ത് നിങ്ങൾക്ക് ഈ മന്ത്രം ജപിക്കാം. ഈ മന്ത്രം 3 പ്രാവശ്യം പതുക്കെ ജപിക്കാം. ജപിക്കുമ്പോൾ ഹൃദയത്തിൽ ഇരിക്കുന്ന ഭഗവാൻ മഹാദേവനെ ധ്യാനിക്കുകയും അവിടുത്തെ കരുണയും പ്രകാശവും നിങ്ങളുടെ മനസ്സിലേക്കും ജീവിതത്തിലേക്കും ഒഴുകി വരുന്നതായി അനുഭവിക്കുകയും വേണം. ഈ മന്ത്രത്തിൻ്റെ ലയബദ്ധമായ ജപം മനസ്സിനെ ശാന്തമാക്കുകയും ഹൃദയത്തെ ദൈവിക ക്ഷമയിലേക്ക് തുറക്കുകയും ചെയ്യും. ആത്മീയ മാർഗത്തിൽ പുതുതായി പ്രവേശിക്കുന്ന ആൾക്കാർക്കും ദീർഘകാലം സാധന ചെയ്യുന്നവർക്കും ഒരുപോലെ അനുഗ്രഹകരമായ ഒരു പ്രാർത്ഥനയാണിത്. ഈ ശിവധ്യാന മന്ത്രം എങ്ങനെയാണ് ജപിക്കേണ്ടത്? ശുചിത്വമുള്ളതും ശാന്തവുമായ ഒരു സ്ഥലം ആദ്യം തിരഞ്ഞെടുക്കുക. ആരും ശല്യപ്പെടുത്താത്ത വൃത്തിയുള്ള ഒരു സ്ഥലത്ത് ഇരിക്കുക. സാധിക്കുമെങ്കിൽ കിഴക്കോട്ടോ വടക്കോട്ടോ മുഖം തിരിച്ചിരിക്കാം. ആ ധ്യാന അന്തരീക്ഷം സൃഷ്ടിക്കുവാൻ നിങ്ങൾക്ക് ഒരു ദീപം തെളിയിച്ച് വയ്ക്കാം, ഇല്ലെങ്കിൽ ഒരു സാമ്പ്രാണി കത്തിച്ച് വയ്ക്കാം. സുഖകരമായ ഒരു ഇരിപ്പിടം നിങ്ങൾ തിരഞ്ഞെടുക്കുക. തറയിൽ പത്മാസനത്തിലോ സുഖാസനത്തിലോ നിങ്ങൾക്കിരിക്കാം. അതിന് സാധിക്കാത്തവർക്ക് ഒരു കസേരയിൽ നിവർന്നിരിക്കുകയും ചെയ്യാം. നട്ടെല്ല് നേരെ നിർത്തുക. കൈകൾ മുട്ടുകൾക്ക് മുകളിൽ വെച്ച് കൈപ്പത്തികൾ മുകളിലേക്ക് അഭിമുഖമായിട്ട് ഇരിക്കണം. മന്ത്രം ചൊല്ലുന്നതിന് മുൻപ് 3 ആഴത്തിലുള്ള ശ്വാസങ്ങൾ എടുക്കണം. മൂക്കിലൂടെ പതുക്കെ ശ്വാസം അകത്തേക്ക് എടുക്കുക. 1 നിമിഷം പിടിച്ചു വെച്ച ശേഷം പൂർണ്ണമായും പുറത്തേക്ക് വിടുക. ഇങ്ങനെ 3 പ്രാവശ്യം നിങ്ങൾ ആവർത്തിക്കണം. ഇങ്ങനെ ചെയ്തു കഴിയുമ്പോൾ മനസ്സിനെ ശാന്തമാകുകയും മന്ത്രജപത്തിന് തയ്യാറാകുകയും ചെയ്യും. ഇനി നിങ്ങൾ ശിവധ്യാന മന്ത്രം ജപിക്കാൻ ആരംഭിക്കുക. മന്ത്രം വളരെ വ്യക്തമായും ഭക്തിപൂർവമായും ജപിക്കണം.
ഉറക്കെ ജപിക്കാം, അല്ലെങ്കിൽ മൃദുവായിട്ട് ചൊല്ലാം, ഇല്ലെങ്കിൽ മനസ്സിൽ നിശബ്ദമായിട്ട് നിങ്ങൾ ജപം ചെയ്യാം. ജപത്തിൻ്റെ എണ്ണം കണക്കാക്കുവാൻ 108 മണികളുള്ള രുദ്രാക്ഷമാലയോ ജപമാലയോ നിങ്ങൾക്ക് ഉപയോഗിക്കാം. വേഗം കൂട്ടാതെ ഒരേ താളത്തിലും ശാന്തതയോടെയും ജപിക്കാൻ ശ്രമിക്കണം. തീർച്ചയായിട്ടും ഡിപ്രഷനിലോ അല്ലെങ്കിൽ വളരെയധികം മാനസിക സംഘർഷത്തിലൂടെയൊക്കെ കടന്നു പോകുന്നവർ സ്വയം ഹീൽ ചെയ്യാൻ തീർച്ചയായിട്ടും നിങ്ങൾ ഈ 108 പ്രാവശ്യം തന്നെ ജപിക്കാൻ ശ്രമിക്കുക. ജപം പൂർത്തിയാക്കിയ ശേഷം 2 അല്ലെങ്കിൽ 5 മിനിറ്റ് വരെയെങ്കിലും നിശബ്ദമായിരിക്കുക. മന്ത്രത്തിൻ്റെ ആ വൈബ്രേഷൻ നിങ്ങളുടെ മനസ്സിലും ഹൃദയത്തിലും ഒക്കെ ഒന്ന് ലയിക്കാൻ അനുവദിക്കുക. അവസാനം ഭഗവാനോടുള്ള നന്ദി മനസ്സിൽ സമർപ്പിച്ച് ഈ മന്ത്രജപം പൂർത്തിയാക്കുക. ഒരു ചെറിയ കാര്യം എനിക്ക് പറയാനുള്ളത്, ഭഗവാന്റെ ധ്യാന മന്ത്രം ജപിക്കുമ്പോൾ ഹൃദയത്തിൽ ഭഗവാൻ വന്നിരിക്കുന്നത് പോലെ, അല്ലെങ്കിൽ അവിടുന്ന് ആ അനന്തമായ കരുണയും പ്രകാശവും നിങ്ങളുടെ ശരീരത്തിലേക്കും നിങ്ങളുടെ മനസ്സിലും നിങ്ങൾ നിറയുന്നതായിട്ടും നിങ്ങൾ ധ്യാനിക്കുന്നത്, ആ ധ്യാന സങ്കല്പം ചെയ്യുന്നത് ഈ ജപത്തിൻ്റെ ഫലം കൂടുതൽ ആഴത്തിൽ അനുഭവിക്കാൻ സഹായിക്കും നിങ്ങളെ. ഭഗവാന്റെ ഈ ധ്യാന മന്ത്രത്തിൻ്റെ ഗുണങ്ങൾ അപരിമിതമാണ്. നമ്മൾ മനസ്സുകൊണ്ടോ ശരീരം കൊണ്ടോ വാക്കുകൊണ്ടോ ഒക്കെ അറിഞ്ഞോ അറിയാതെയോ ചെയ്തു പോയ തെറ്റുകൾക്ക് ഭഗവാനോട് ക്ഷമ ചോദിക്കണം, അല്ലെങ്കിൽ ഭഗവാന്റെ ഭാഗത്തു നിന്നും ക്ഷമ ലഭിക്കണമേ എന്നുള്ള ഒരു പ്രാർത്ഥനയാണ് ഈ മന്ത്രം. ഈ മന്ത്രം സ്ഥിരമായിട്ട് നിങ്ങൾ ജപിച്ചു കഴിയുമ്പോൾ നമ്മളിലുള്ള കുറ്റബോധം കുറയാനും ഒരു ആത്മീയമായ പുതുക്കലുണ്ടാക്കാനും ഒരു ആന്തരികമായ മോചനം അനുഭവിക്കാനും പറ്റും. ഈ മന്ത്രം ഭഗവാനെ ഒരു പുറത്തുള്ള ഒരു ദൈവമായിട്ട് മാത്രം കാണാതെ നമ്മുടെ സ്വന്തം ഹൃദയത്തിൽ വസിക്കുന്ന ആ ദിവ്യ ചൈതന്യമായിട്ട് അനുഭവിക്കാൻ പറ്റും. അതിലൂടെ ഭഗവാന്റെ കരുണയും സാന്നിധ്യവും ഉള്ളിൽ അനുഭവപ്പെടും. നമ്മൾക്ക് ഭഗവാനോടുള്ള ഒരു ആത്മീയ ബന്ധം കൂടുതൽ ആഴത്തിലാകുകയും ചെയ്യും. ക്രമാനുഗതമായ ഈ മന്ത്രജപം നമ്മുടെ ശരീരത്തിലെ സൂക്ഷ്മ ഊർജ്ജ പ്രവാഹങ്ങളെ, നമ്മുടെ നാഡികളെയെല്ലാം സമതുലിതമാക്കുകയും ചക്രങ്ങളെ ശുദ്ധീകരിക്കുകയും ചെയ്യും. ഇതിലൂടെ നമ്മുടെ മനസ്സ് കൂടുതൽ ഏകാഗ്രമാകുകയും ആഴത്തിലുള്ള ധ്യാനത്തിനും ആത്മീയ വളർച്ചയ്ക്കും തയ്യാറാകുകയും ചെയ്യും. നമ്മൾ അറിഞ്ഞുകൊണ്ടോ അറിയാതെയോ ചെയ്തു പോയ ശീലങ്ങളുടെ അടിസ്ഥാനത്തിൽ ചെയ്തു പോയ തെറ്റുകുറ്റങ്ങൾക്കെല്ലാം ആത്മാർത്ഥമായ സമർപ്പണവും ഭക്തിയുടെ ദൈവകൃപയും കർമ്മഫലങ്ങളുടെ പിടി ശമിപ്പിക്കും എന്നുള്ളത് ഈ മന്ത്രം നമ്മളെ പഠിപ്പിക്കുന്നുണ്ട്. അത് ഓരോരുത്തരും അനുഭവിക്കണം. ഓരോരുത്തരും ഈ മന്ത്രജപം ജപിച്ച് സ്വയം അതനുഭവിക്കണം. ഇത് ജീവിതത്തെ കൂടുതൽ വിശ്വാസത്തോടെയും സമാധാനത്തോടെയും കാണാൻ സഹായിക്കുന്ന ഒരു അതിദിവ്യമായ മന്ത്രമാണ്. മനുഷ്യൻ്റെ പരിമിതികളെ തിരിച്ചറിയാനും ദൈവത്തിൻ്റെ അനന്തമായ കരുണയെ അംഗീകരിക്കാനും ഈ മന്ത്രം നമ്മളെ സഹായിക്കും. ഇതിലൂടെ അഹങ്കാരം കുറയുകയും നമ്മളിൽ വിനയം, ആത്മപരിശോധന, മറ്റുള്ളവരോടുള്ള കരുണ ഇതെല്ലാം വളരുകയും ചെയ്യും. ശിവധ്യാന മന്ത്രത്തിൻ്റെ സ്ഥിരമായ ജപം നിങ്ങളത് സ്ഥിരമായിട്ട് ജപിച്ചു കഴിയുമ്പോൾ ശിക്ഷാഭയത്തിൽ നിന്നും മനസ്സിനെ മോചിപ്പിച്ച് ഭഗവാന്റെ അളവറ്റ കരുണയിലും കൃപയിലും വിശ്വാസം വളർത്താൻ സഹായിക്കും. അതിലൂടെ മനസ്സിന് ശാന്തിയും ഹൃദയത്തിന് ഒരു ലാളിത്യവും ആത്മാവിന് ആ ദൈവസാന്നിധ്യത്തിൻ്റെ അനുഭവവും എല്ലാം ലഭിക്കും. ദൈനംദിന ജീവിതത്തിൽ ഈ ശിവധ്യാന മന്ത്രം എങ്ങനെ ഉപയോഗിക്കാം എന്ന് ഞാൻ നിങ്ങളോട് പറയാം. നിങ്ങൾ രാവിലെ കുളിച്ച ശേഷം ശിവപൂജയോ ധ്യാനമോ ആരംഭിക്കുന്നതിന് മുൻപ് ഈ മന്ത്രം ജപിക്കാം. കിഴക്കോട്ട് മുഖം തിരിച്ചല്ലെങ്കിൽ പൂജാമുറിയിലിരുന്ന് 3 പ്രാവശ്യം പതുക്കെ ജപിക്കുക. ഇത് ഭഗവാന്റെ കരുണയെ ആഹ്വാനം ചെയ്യാനും ദിവസത്തെ പ്രവർത്തനങ്ങൾക്കായി മനസ്സിനെയും ചൈതന്യത്തെയും ഒരുക്കാനും സഹായിക്കും. നിങ്ങൾ ധ്യാനം ചെയ്യുന്നവരാണെങ്കിൽ ധ്യാനത്തിന് മുൻപ് ഈ മന്ത്രം ജപിക്കാം. ധ്യാനത്തിൽ ഇരിക്കുന്നതിന് മുൻപ് ഈ മന്ത്രം 1 തവണയോ അല്ലെങ്കിൽ 3 തവണയോ ജപിക്കാം. മന്ത്രത്തിൻ്റെ ലയവും സ്പന്ദനവും മനസ്സിലെ അശാന്തിയും ചിന്തകളുടെ തിരക്കും ഒക്കെ ശമിപ്പിക്കും. ഹൃദയത്തെ കൂടുതൽ തുറക്കുകയും ഹൃദയത്തിൽ വസിക്കുന്ന ശിവചൈതന്യവുമായിട്ട് ആഴത്തിലുള്ള ഒരു ബന്ധം സ്ഥാപിക്കാൻ സഹായിക്കുകയും ചെയ്യും. അതേപോലെ ശിവപൂജ, അഭിഷേകം, ജപം അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും ആത്മീയ സേവന പ്രവർത്തനങ്ങൾ ചെയ്യുമ്പോഴൊക്കെ ഈ മന്ത്രം ജപിക്കാം. അങ്ങനെ ചെയ്യുമ്പോൾ നമ്മുടെ എല്ലാ പ്രവർത്തനങ്ങളും ഭഗവാനോടുള്ള ഒരു സമർപ്പണമായി മാറുകയാണ്. ഈ മന്ത്രം നമ്മളെ ഓർമ്മിപ്പിക്കുന്നത് നമ്മൾ അറിഞ്ഞുകൊണ്ടോ അറിയാതെയോ ചെയ്തു പോയ ജീവിതത്തിൽ സ്വാഭാവികമായി സംഭവിക്കുന്ന പ്രവൃത്തികളായാലും ശരി, എല്ലാം അവസാനം ദൈവകൃപയ്ക്ക് സമർപ്പിക്കേണ്ടതാണെന്നാണ് ഇതിലൂടെ നമ്മൾ മനസ്സിലാക്കേണ്ടത്. ഒരു ലളിതമായ
ദൈനംദിനം നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു സാധന എന്താണെന്ന് ചോദിച്ചാൽ, ദിവസവും രാവിലെ അല്ലെങ്കിൽ രാത്രി നിങ്ങൾ ഉറങ്ങുന്നതിന് മുൻപ് 3 പ്രാവശ്യം ഈ മന്ത്രം ജപിച്ച് ഭഗവാനോട് മനസ്സിൽ പറയുക. ഭഗവാനെ, ഇന്ന് ഞാൻ അറിഞ്ഞോ അറിയാതെയോ ചെയ്തു പോയ എല്ലാ തെറ്റുകളും അങ്ങയുടെ തിരുവടികളിൽ സമർപ്പിക്കുകയാണ്. ഭഗവാൻ എന്നോട് ക്ഷമിക്കണമേ, എന്നെ ശുദ്ധീകരിക്കണമേ. അപ്പോൾ ഇത് ഒരു ചെറിയ സാധനയാണെങ്കിൽ പോലും നമ്മുടെ മനസ്സിനെ ശാന്തിയിലേക്കും ഹൃദയത്തിനൊരു ലാഘവത്വവും ഒക്കെ നമ്മുടെ ജീവിതത്തിന് ഒരു ആത്മീയ ദിശയൊക്കെ നമ്മൾക്ക് നൽകുന്ന ഒരു കാര്യമാണിത്. അപ്പോൾ ആ മന്ത്രം നിങ്ങൾ കേട്ടിട്ടുള്ളതായിരിക്കാം, പക്ഷേ ഞാനത് നിങ്ങൾക്ക് വേണ്ടിയിട്ട് ഇവിടെ പറയാം. കരചരണകൃതം വാ കായജം കർമ്മജം വാ ശ്രവണനയനജം വാ മാനസം വാപരാധം വിഹിതമവിഹിതം വാ സർവമേതത്ക്ഷമസ്വ ജയ ജയ കരുണാബ്ധേ ശ്രീ മഹാദേവ ശംഭോ. ഈ വരികളുടെ അർത്ഥം കൈകളാലും കാലുകളാലും ചെയ്തതോ ശരീരത്തിലൂടെയോ കർമ്മങ്ങളിലൂടെയോ ചെയ്തതോ ചെവികളാലും കണ്ണുകളാലും ഉണ്ടായതോ മനസ്സിലൂടെ ഉണ്ടായതോ ആയ എല്ലാ അപരാധങ്ങളും ശാസ്ത്രാനുസൃതമായി ചെയ്തതോ അല്ലെങ്കിൽ അറിയാതെ ചെയ്തതോ ആയ എല്ലാ തെറ്റുകളും കരുണയുടെ സമുദ്രമായ മഹാദേവ ശംഭോ അവയെല്ലാം ക്ഷമിക്കണമേ. ജയ ജയ കരുണാബ്ധേ ശ്രീ മഹാദേവ ശംഭോ. ഈ ലോകത്തിൽ തെറ്റ് ചെയ്യാത്ത മനുഷ്യരില്ല കൂട്ടുകാരെ. പക്ഷേ സ്വന്തം തെറ്റുകൾ തിരിച്ചറിയാൻ കഴിയുന്നവരാണ് ആത്മീയമായി വളരുന്നത്. ശിവഭഗവാൻ നമ്മളിൽ നിന്നും പൂർണ്ണത ആവശ്യപ്പെടുന്നില്ല, ഒരിക്കലും സത്യസന്ധതയാണ് ആവശ്യപ്പെടുന്നത്. നമ്മൾ വീഴുമ്പോൾ വീണ്ടും എഴുന്നേൽക്കാനുള്ള മനസ്സാണ് ആവശ്യപ്പെടുന്നത്. അതുകൊണ്ട് ജീവിതത്തിൽ എത്ര തെറ്റുകൾ സംഭവിച്ചിട്ടുണ്ടെങ്കിൽ പോലും, എത്ര കർമ്മഭാരങ്ങൾ ഉള്ളതായി തോന്നിയാലും പ്രത്യാശ നഷ്ടപ്പെടുത്തരുത്. ഭഗവാന്റെ കരുണ നമ്മുടെ തെറ്റുകളേക്കാൾ വലുതാണ്. ഭഗവാന്റെ സ്നേഹം നമ്മുടെ ഭയങ്ങളെക്കാളും വലുതാണ്. ഭഗവാന്റെ കൃപ നമ്മുടെ കർമ്മങ്ങളെക്കാളും ശക്തമാണ്. ഇന്ന് രാത്രി ഉറങ്ങുന്നതിന് മുൻപ് അല്ലെങ്കിൽ നാളെ രാവിലെ ഉണർന്ന ശേഷം ഒരു നിമിഷം കണ്ണുകൾ അടച്ച് ഈ മന്ത്രം ഭക്തിയോടെ ഒന്ന് ജപിച്ചു നോക്കുക. കരചരണകൃതം വാ കായജം കർമ്മജം വാ ശ്രവണനയനജം വാ മാനസം വാപരാധം വിഹിതമവിഹിതം വാ സർവമേ തത്ക്ഷമസ്വ ജയ ജയ കരുണാബ്ധേ ശ്രീ മഹാദേവ ശംഭോ. അപ്പോൾ നിങ്ങളുടെ ഹൃദയത്തിൽ ഒരു ചെറിയ മാറ്റം ആരംഭിക്കാൻ തുടങ്ങും. ഇവിടെയും നിങ്ങൾക്ക് ഹീലിങ്ങിന് പോകേണ്ട ആവശ്യമില്ല. ആ മാറ്റമാണ് ഭഗവാന്റെ അനുഗ്രഹം. ഈ വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, ശിവഭക്തരായ നിങ്ങളുടെ സുഹൃത്തുക്കൾക്കും കുടുംബാംഗങ്ങൾക്കും എത്തിക്കുക. ഇനിയും ഭഗവാന്റെ ശിവതത്വങ്ങളെക്കുറിച്ചും ആത്മീയ ജീവിതത്തിൻ്റെ ആഴമുള്ള സത്യങ്ങളെക്കുറിച്ചും അറിയുവാൻ നിങ്ങൾ ചാനലിനെ പിന്തുടരുക. എല്ലാവർക്കും മഹാദേവൻ്റെ അനുഗ്രഹം ഉണ്ടാകട്ടെ. ഓം നമഃ ശിവായ. ഹര ഹര മഹാ